ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഈ വേഷമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിനൊരു പ്രത്യേകത ഉണ്ടാവും ഈ എപ്പിസോഡിനെന്ന്. ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് ഒരു ക്രിസ്മസ് പപ്പാടിയൊക്കെ ഒരു കണ്ടോ കളഞ്ഞു എന്തായാലും പറഞ്ഞു വന്നത് ശരിയാണ്. നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമ്മളിങ്ങനെ റെഡിയാവുകയാണ്. അപ്പം കുടുംബമാണല്ലോ, കുടുംബം ഒരു തിരുക്കുടുംബം പുൽക്കൂട് ഒക്കെ നമ്മുടെ വീട്ടിലാണ് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ തുടങ്ങി വെക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഓർത്തു, ഒരു ക്രിസ്മസ് കൊണ്ടാടാൻ ഒരുങ്ങുമ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തെ എങ്ങനെ ഒന്ന് വർണ്ണിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തു. എങ്ങനെ ക്രിസ്മസിന് ഒരുങ്ങാം, അല്ലെങ്കിൽ അതിനുള്ള കുറേ നല്ല നല്ല പുതിയ ടിപ്സുകൾ മക്കളെ ഒരുക്കുന്നതിനെ പറ്റി, ക്രിസ്മസിൻ്റെ ഒരു ബിബ്ലിക്കൽ ഇതുമായിട്ട് നമ്മുടെ കുടുംബത്തെ എങ്ങനെ കണക്ട് ചെയ്യാം, പിന്നെ ക്രിസ്മസ് അവധിക്കാലവും ഞങ്ങൾക്ക് ആഘോഷിക്കണം. അപ്പോൾ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഓർക്കുവാണ്. ഈ ക്രിസ്മസിനോട് ചേർത്ത് മംഗളവാർത്ത മുതൽ അങ്ങോട്ട് പോകണം. ഈ മംഗളവാർത്ത ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ്. അത് കേട്ടപ്പം മംഗളമായിട്ട് പോലും മറിയം അസ്വസ്ഥയായി, മംഗളവാർത്തയായിട്ടും. അപ്പം ജീവിതത്തിൽ ഒരു ചിന്ത കൊണ്ടുവരാനുള്ളത്, കുടുംബം ഒരു തിരുക്കുടുംബമാണെങ്കിൽ നമ്മുടെ സംസാരം മംഗള വാർത്തകളായിരിക്കണം. ചിലപ്പം അശുഭമായ വാർത്തകൾ പറയും. അപ്പം നമ്മൾ ഈ കാലങ്ങളിൽ ചിന്തിക്കണം, എൻ്റെ വാക്ക് മംഗളകരമായ വാക്കാണോ, ഗബ്രിയേൽ മാലാഖയെ പോലെ, അതോ വേദനിപ്പിക്കുന്ന ദുരിതത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന വാക്കാണ്? പലപ്പോഴും കുടുംബം തകരുന്നത് ഈ ബോധമില്ലാത്ത വാക്കുകൊണ്ടാണ്. ശാപവാക്ക്, കടുപ്പിലാകുന്ന വാക്ക് ഒക്കെ പറയുമ്പം മംഗളവാർത്തയോടെ ആരംഭിച്ചാൽ വീട് ഒരു തിരുക്കുടുംബമാകും, ഒരു പുൽക്കൂടായിട്ട് മാറും. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത്, മംഗളവാർത്ത മറിയത്തിന് കിട്ടിക്കഴിഞ്ഞ് മറിയ ആ സമയം അസ്വസ്ഥയായാലും പിന്നെ ഒരു ആത്മധൈര്യത്തിലേക്ക് വരികയാണ്. പിന്നെ ദൂതനെ കാണാനില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനില്ല. പിന്നെ മറിയം ഒറ്റയ്ക്ക. ദൂതം പോയാലും ദൈവത്തിൻ്റെ മുഖം മറിഞ്ഞിരുന്നാലും ഒരു യാത്ര, അതാണ് മറിയത്തിൻ്റെ യാത്ര. കല്യാണത്തിൻ്റെ അന്ന് വീഡിയോക്കാരുണ്ട്, ക്യാമറക്കാരുണ്ട്, കേറ്ററിംഗുകാരുണ്ട്, ബന്ധുമിത്രാലൊക്കെ ഉണ്ട്. പെണ്ണിൻ്റെ പുറകെ സാരി ബൊക്കയും താക്കും പിടിക്കാൻ ബന്ധുക്കളുണ്ട്, ബൊക്കെ പിടിക്കാനുണ്ട്. ഇവരെല്ലാം പോയി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ വേദനകളും ടെൻഷനും പിരിമുറുക്കും ഒറ്റയ്ക്ക് സഹിക്കണം മറിയത്തെ പോലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ ജീവിതത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ മംഗളവാർത്തയിലൂടെയാണ് പുൽക്കൂട്ടിലേക്ക് വരുന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കോമണായിട്ട് എടുക്കാമെങ്കിൽ സഹകരണത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. സഹകരണമാണ്. ഗബ്രിയേലുണ്ട്, മറിയമുണ്ട്, ആട്ടിടയന്മാരുണ്ട്, ജ്ഞാനികളുണ്ട്, തൊഴുത്തുണ്ട്, മൃഗങ്ങളുണ്ട്, നക്ഷത്രമുണ്ട്, കാഴ്ചവസ്തുക്കളുണ്ട്. എല്ലാം കൂടെ കൂടിയപ്പോഴാണ് തിരുക്കുടുംബം. യോസേപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ കുടുംബം ഒരു തിരുക്കുടുംബം പോലെ ആകണമെങ്കിൽ കുറേ സഹകരണം വേണം. എല്ലാവരെയും കൂട്ടണം. ഇപ്പം നമ്മൾ നേരെ തിരിച്ചല്ലേ, ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി, എല്ലാവരെയും തള്ളിയിട്ട് അങ്ങനെയല്ലേ ജീവിതം തുടങ്ങുന്ന പോലും അങ്ങനെയല്ലേ. അത് നമ്മൾ ഒരുമിച്ച് കൂടണം. ഭർത്താവിനോട് സഹകരിക്കുന്ന ഭാര്യ വേണം. ഈ രണ്ടുപേരും ദൈവത്തോട് സഹകരിക്കണം. അത് കുഞ്ഞുങ്ങളെ സഹകരിപ്പിക്കണം. സഹകരണത്തിൻ്റെ ആഘോഷമായിട്ട് ജീവിതം മാറുമ്പോൾ വീട് തിരുക്കുടുംബമാകും, വീട് പുൽക്കൂടാകും. അവിടെ രണ്ട് പ്രധാന ആളെ ഓർക്കണം. ഒന്ന്, ഒരു അമ്മ മറിയത്തെ പോലെയാകണം. മറിയം എന്താ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ഇത് കൂടെ കെട്ടിയവനെയാണ് കിട്ടിയത്. മനസ്സിലാകുന്നില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പലതും മനസ്സിലാകുന്നില്ല കുടുംബങ്ങളിൽ പലപ്പോഴും. അതെ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതാ. പക്ഷെ എങ്ങനെ ഈ ടൈപ്പിൽ വന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെ മനസ്സിലാകാത്ത കാര്യങ്ങളുടെ മുമ്പിൽ ഒരു ആമേൻ പറയുക, ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുക. അത് കുടുംബത്തിൽ ഒരമ്മയുടെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി വളർത്തുപിതാവായ യോസേപ്പിനെ എടുക്കാം. യോസേപ്പിനോട് ആൾക്കാർ ചോദിക്കുകയാണ്, നീ എന്തിനാ
ഒരു നിൻ്റെയല്ലാത്ത കുഞ്ഞിൻ്റെ അമ്മയും ചുമന്നുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ യോസേപ്പ് എന്നാ പറയും? കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ പിറക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു യോസേപ്പ് ഒരു കരുതിക്ക് ജീനിയിട്ട് കയറും പിടിച്ച് നടക്കണം. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ല, ഞാനങ്ങ് നടക്കും. അപ്പം യോസേപ്പ് താൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ചവനാണ്. സ്വപ്നം, ആ സ്വപ്നമാണ് യോസേപ്പിനെ തിരുക്കുടുംബത്തിൻ്റെ നായകനാക്കി മാറ്റിയത്. അപ്പോൾ ചിലപ്പം എന്തിനാന്ന് തോന്നിയാലും സാരമില്ല, ഞാനിത് ചെയ്യണം എന്ന ബോധ്യം, ഒപ്പം ദൈവം തന്ന ഭാര്യ, കുട്ടി, വീടിനെക്കുറിച്ച് ഒരു സ്വപ്നം, ഇതൊക്കെ ഉള്ള ഒരു ഭർത്താവാകണം. ദൈവത്തിന് സമ്പൂർണ്ണമായി ആമേൻ പറയുന്ന ഒരമ്മയാകണം. ആ കുടുംബത്തിലാണ് മക്കൾ ക്രിസ്തുവിൻ്റെ രൂപങ്ങളായിട്ട് ജനിക്കുക. ആ കുടുംബത്തിലെ മക്കൾ ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് ജനിക്കും. അപ്പം അങ്ങനെ ഒരു സംവിധാനം കുടുംബത്തിൽ ഉണ്ടാക്കണമെന്നാണ് ക്രിസ്മസ് കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുക. സാധാരണ കുടുംബത്തെ പുൽക്കൂടാക്കുക, വെറും അത് രക്ഷകൻ വരുന്ന പശുത്തൊഴുത്ത്, ആ രീതിയിൽ കുടുംബങ്ങളെ നമ്മൾ മാറ്റുക. ഈ മാതാപിതാക്കൾ എന്നല്ലേ നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ ഈ ഒരു ക്രിസ്മസ് കാലത്തൊന്ന് ഒരുക്കാം? തിരക്കാണല്ലോ, നമുക്ക് എല്ലാവർക്കും തിരക്കാണ്. നമ്മളെന്നും അസ്യൂഷ്വൽ ചെയ്യുന്ന പോലെ നോയമ്പെടുക്കുന്നു, ശരിയാണ്, അതൊക്കെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കണം, വലിയ പാടാണ്, എന്ന് പള്ളി വരാനൊക്കെ പറയാം. പക്ഷെ എന്നാലും കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഈ ഒരു സമയങ്ങളിലൊക്കെ എങ്ങനെ ഒന്നും കൂടെ ഒന്ന് അവരെ ഒന്ന് ഒരുക്കാൻ പറ്റും? ദൈവപുത്രനായ ക്രിസ്തുവിനെ യോസേപ്പും മറിയവും ഒരുക്കിയ രീതിയുണ്ട്. അതൊരുക്കിയത് 12 വയസ്സ് വരെ നസത്തിലെ സിനഗോഗിൽ വേദം പഠിപ്പിച്ചു, ബൈബിൾ പഠിപ്പിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ 12 വയസ്സ് വരെ സിനഗോഗിൽ പഠിക്കുക, 12 കയറി കഴിയുമ്പോഴത്തേക്ക് ദേവാലയത്തിൽ പോയി പണ്ഡിതന്മാരെ പറഞ്ഞു കേൾപ്പിക്കണം. അത് ജെറുസലേമിലാണ്. അപ്പം കൃത്യമായ പഴയ നിയമ ഗ്രന്ഥങ്ങൾ യേശുവിനെ പഠിപ്പിക്കുന്നതിൽ മാതാപിതാക്കൾ ശ്രദ്ധയുള്ളവരായിരുന്നു. എന്നിട്ടോ ആ യേശുവിനെ 12-ാം വയസ്സിൽ കയറിയപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോയി ഈ സിനഗോഗിൽ പഠിപ്പിച്ചത് പതിയിപ്പിക്കാൻ വേണ്ടി. അപ്പം ആ രീതിയിലുള്ള ഒരുക്കം വേണം. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, അവരുടെ വേദപാഠം, ആത്മീയ ജീവിതം, ഇതിലൊക്കെ നല്ല ശ്രദ്ധ അപ്പനും അമ്മയും കൊടുക്കണം. പ്രത്യേകിച്ച് കാറ്റഗിസം ക്ലാസ്സിലുള്ള ഭാഗഭാഗിത്വം ചോദിക്കണം. ഒരു കുട്ടിയോട് ചോദിക്കുക, ഒരമ്മയോട്, മോനെങ്ങനെയുണ്ട്? പഠിക്കാൻ വിടുക എങ്ങനെയുണ്ട്? കണക്കിൽ 50-ൽ 50, വേദപാഠത്തിനോ 50-ൽ 9. അപ്പോൾ അവിടെ ചോദ്യം, കാരണം വേദപാഠം ഓപ്ഷണലല്ലേ. ഇപ്പം എൻട്രൻസ് കോച്ചിങ് ഉണ്ടച്ചാ, എന്തോരം കാര്യങ്ങളുണ്ട്, പിന്നെ എങ്ങനെ വരും? അല്ല ശരി, എന്തായാലും പറഞ്ഞു കൊടുക്കണം. അല്ല എന്താണ് എല്ലാവരും, പക്ഷെ എങ്കിലും വേദപാഠം പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. അല്ല അങ്ങനെ മസ്റ്റാണത്. അതിപ്പം ഇഷ്ടക്കേട് പറഞ്ഞാൽ പോലും പേരൻസ് മസ്റ്റായിട്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ വേദപാഠ അധ്യാപകരോട് ചോദിക്കണം, എൻ്റെ കുട്ടിയുടെ ക്ലാസ്സിലെ പെരുമാറ്റം അങ്ങനെ ഒക്കെ പരിശീലനമാണ്. സൺഡേ മാസ് കഴിഞ്ഞ് വരുന്ന കുട്ടിയോട് അച്ഛൻ പറഞ്ഞ പ്രസംഗം എന്താ, ഏത് ബൈബിൾ ഭാഗമാണ്, കഥ വല്ലതും പറഞ്ഞോ? ഇതൊരു ആത്മീയ ഉണർവിൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള രീതിയാണ്. അത് ജനറലായിട്ട് ക്രിസ്മസ് 9 നോയമ്പൊക്കെ വരുമ്പോഴത്തേക്ക് അല്പം കൂടെ സ്പീഡ് ചെയ്ത് നമ്മൾ അല്പം കൂടി റാഡിക്കലായിട്ട് ചെയ്യണം. അപ്പം അതിന് പറയണം, 25 ദിവസം മുടങ്ങാതെ കുർബാനയ്ക്ക് നിങ്ങൾ പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ ക്രിസ്മസിന് ഒരു സമ്മാനം തരാം, അമ്മയുടെ വക, അപ്പൻ്റെ വക ഒരു സമ്മാനം തരാം. നമ്മുടെ അച്ഛന്മാരൊക്കെ പള്ളിയിലൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതെ, പിള്ളേർക്ക് പ്രോത്സാഹനം ആയിക്കോട്ടെ. വീട്ടിൽ തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്, ഈ നാളുകളിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ത്യാഗം, ആ ത്യാഗം നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ ഭാവിക്കും നന്മയ്ക്ക് ഉപകരിക്കാൻ വേണ്ടി ആ ത്യാഗത്തെ നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ അപ്പനമ്മമാരും ഒപ്പമുണ്ട്, കാഴ്ചവെക്കണം. എന്നിട്ട് പറയണം, എന്തെങ്കിലും സൽപ്രവൃത്തികൾ 25 ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ചെയ്യുക. ജീവകാരുണ്യ പ്രവൃത്തികൾ, കുർബാനയ്ക്ക് പോവുക, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. പിന്നെ ഈ 25 ദിവസം നിങ്ങൾ പറ്റുമെങ്കിൽ അരിശപ്പെട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ പഠിക്കുക, പട്ടയം ചെയ്യുക. നിങ്ങളുടെ നാക്കിൻ്റെ മേൽ ഒരു നിയന്ത്രണം വരിക. അമ്മയോട് തർക്കോത്തരം പറയല്ലേ, അപ്പനോട് പറയല്ലേ, ആരോടൊന്നും പറയല്ലേ. ഈ 25 ഡേയ്സ് നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ ഒന്നുള്ളതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് തോന്നണം. എനിക്കൊന്ന് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, അച്ഛൻ ഈ ദേഷ്യക്കാര്യം കൺട്രോളിങ് ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ കുറച്ച് ഇറച്ചിയും മീനും ഒന്നും കൂട്ടായിരിക്കുന്നതിനേക്കാൾ അതിലല്ല സത്യത്തിൽ, അതൊരു വലിയ ആശയടക്കമാണിത്. ഇങ്ങനത്തെ കുറേ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യാൻ 1 മാസം പറ്റിയെങ്കിൽ തന്നെ ഒരു വലിയ ട്രെയിനിങ് ആണത്, നല്ലൊരു പരിശീലനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സ്നാപക യോഹന്നാൻ്റെ വരവിന് ശേഷം ദൈവരാജ്യം
ബലപ്രയോഗത്തിലൂടെയാണ്. അത് ഗുസ്തിയും ബോക്സിങ്ങും അല്ല. എനിക്ക് പലതും പറയാൻ തോന്നുമ്പോൾ വാ അടയ്ക്കും. നാക്കിൻ്റെ മേലുള്ള ബലപ്രയോഗം. ആവശ്യമില്ലാത്ത പലതും കാണാൻ തോന്നുമ്പം കണ്ണടയ്ക്കും. കണ്ണിൻ്റെ മേൽ ബലപ്രയോഗം. പല കുറ്റവും പരദൂഷണം കേൾക്കാൻ തോന്നും, വേണ്ടെന്ന് വെക്കും. കാതിൻ്റെ മേൽ ബലപ്രയോഗം. ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ ചിന്തിച്ച് സമയം വേസ്റ്റാക്കാൻ തോന്നും. ആ ചിന്തകൾക്ക് കടിഞ്ഞാനിടും. അത് ചിന്തകളുടെ മേൽ ബലപ്രയോഗം. ആ ബലപ്രയോഗത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾ നോമ്പ് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, പരിശീലിപ്പിക്കുക. അതുവഴി അവരെ അല്പം കൂടെ മെച്ചപ്പെട്ട ഒന്നിലേക്ക് വളർത്തുക എന്നുള്ളതാണ്. അത് ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ഒരുക്കമായിട്ട്. പിന്നെ ക്രിസ്മസിൻ്റെ പിറവി വരുന്നു. പിറവി വരുമ്പോൾ അന്ന് കാണുന്ന ഒരു പ്രധാന ഒരു പ്രതീകമാണ് നക്ഷത്രം. മക്കളുടെ ജീവിതത്തിൽ എന്ന് നക്ഷത്രങ്ങൾ അപ്പനും അമ്മയുമാണ്. നക്ഷത്രം നമ്മൾ പറയുന്നു സ്റ്റാർ, ഫുട്ബോൾ സ്റ്റാർ, സിനിമ സ്റ്റാർ, ബോക്സിംഗ് സ്റ്റാർ, ഫിലിം സ്റ്റാർ, ഇങ്ങനെ സ്റ്റാറുകളുടെ കാലമാണ്. അപ്പോൾ ആ സ്റ്റാറുകളുടെ കാലത്ത് അത് ചുമ്മാ പറയുന്നു സ്റ്റാർ. പക്ഷെ യഥാർത്ഥ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാകണം. സ്റ്റാർ ദൈവത്തിലേക്ക് വഴി കാണിച്ചു. ഒരപ്പൻ സ്വന്തം മക്കളെ ദൈവത്തിലേക്ക് വഴി കാണിക്കണം. ഒരമ്മ കുരിശുവരെയും പ്രാർത്ഥനയൊക്കെ വഴി കാണിക്കണം. കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന അമ്മ, കൊന്ത ചെല്ലുന്ന അപ്പനമ്മ, സന്ധ്യാപ്രാർത്ഥനയുടെ കുടുംബം, അവിടെ സ്റ്റാറുകളാണ് ദൈവത്തിലേക്ക് വഴി കാണിക്കുന്നത്. നിശ്ചലമായ സ്റ്റാർ ആകാശത്ത് നോക്കുമ്പം ജീവനുള്ള സ്റ്റാറുകളായി ഒരപ്പൻ അമ്മ മാറണം. അതാണ് ക്രിസ്മസിൻ്റെ രാത്രി നമുക്ക് കാണുന്ന ഒരു വലിയ സന്ദേശം. അതുപോലെ തന്നെ ക്രിസ്മസ് ആയി എന്ന് പറയാൻ ഒരു സ്റ്റാറൊക്കെ തൂക്കുന്നത് നല്ലതാണ്, അല്ലേ? അതെ. മടിയൊന്നും വിചാരിക്കേണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. എൻ്റെ വീട്ടിൽ സ്റ്റാർ തൂക്കുന്ന ഞാനാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും എൻ്റെ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് സ്റ്റാർ തൂക്കിച്ചാലൊന്ന്. പക്ഷേ എൻ്റെ ഉത്സാഹം അവർ കാണിക്കാറില്ലെന്ന് എനിക്ക് തോന്നും. അപ്പോൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ പുൽക്കൂടുണ്ടാക്കാനും കുറേ ലൈറ്റ്സൊക്കെ ഇടാനും അവർക്ക് അങ്ങനത്തേക്ക് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തോ ആരോ വരുന്നുണ്ട്, ഒരു സെലിബ്രേഷൻ ആണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ? ശരിക്കും നല്ലതാണ്. ഈ കുഞ്ഞുങ്ങൾ പുതിയ തലമുറ ഇഷ്ടമില്ലാതെ തന്നെയും ഈ ഒരു ഗൃഹാതുരത്വം പോലെ ഇതൊക്കെ ഉള്ളിലുള്ളവർ. കാരണം പണ്ട് പുൽക്കൂടൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ കസേര കമത്തി വെച്ചും കമ്പും കോലും ഒക്കെ വെട്ടിയിട്ടാണ്. ഇപ്പം അതൊക്കെ പോയി എല്ലാം റെഡിമെയ്ഡ് അല്ലേ? പക്ഷെ അതൊരു ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കുന്നത് നല്ലതാണ്, അലങ്കാരം നല്ലതാണ്. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലും അതൊക്കെ പിന്നീട് നൊസ്റ്റാൾജിയ പോലെ ഉള്ളിൽ കിടക്കും. അല്ലേ വളരെ ബ്ലെയറാണ്, ഒന്നുമില്ല. എല്ലാ ആവശ്യം എന്നും പപ്പടം, ക്രിസ്മസിനൊരു മുഴുത്ത പപ്പടം, വേറെ യാതൊരു വ്യത്യാസമില്ല. അപ്പം നമ്മൾ അതിനുള്ള വേദി ഒരുക്കണം, കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. നമ്മൾ ഇങ്ങനെ അനുഭവമുള്ളവർ താല്പര്യം എടുത്തെടുത്ത് ഒട്ടും കെട്ടുപോകാത്ത ഒന്നായിട്ട് ക്രിസ്മസ് നക്ഷത്രവും ക്രിസ്മസും ഒക്കെ കുടുംബത്തിൽ നമ്മൾ പുനഃപ്രതിഷ്ഠിക്കണം. അങ്ങനെ ആയാലേ കുടുംബത്തിനൊരു സന്തോഷവും ഒരു നന്മ അവിടെ ക്രിസ്മസ് നമുക്ക് ഒരു ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് നമുക്ക് നടത്താൻ പറ്റും. നമ്മൾ ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പം ക്രിസ്മസ് അടുക്കുമ്പോഴേക്കും അവർ മൊത്തം ആ കളറ് പോലും അവരങ്ങനെയല്ലേ, എല്ലാ വീടുകളിലും ഒക്കെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ റെഡും ഗ്രീനും വൈറ്റും ഒക്കെ അങ്ങനെ വെച്ച് ഭയങ്കര മൊത്തത്തിലൊരു, അവരെ കണ്ടാലേ അറിയാം ക്രിസ്മസ് ആണ്, ഭയങ്കര സെലിബ്രേറ്റിംഗ് ഒരു ഫീലുണ്ട്. എനിക്കൊന്നും ഇവിടെയും ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഇത് ഭയങ്കര രസകരമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്കുള്ള മടിയുമുണ്ട് ഇതുപോലെ ഒന്നും. ആകെപ്പാടെ ക്രിസ്മസ് ഡേയിൽ മാത്രം കുറച്ച് അപ്പവും കുറച്ച് ബീഫും പറ്റിയാൽ കുറച്ച് മദ്യവും ഒക്കെ വിളമ്പി തീരുന്നവരും ഇല്ലേ? അവിടെ നമ്മളെ ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു എക്സ്റ്റേണൽ സെലിബ്രേഷൻ അപ്പുറത്ത് അതിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മളും പോകണം, നമ്മുടെ കുഞ്ഞുങ്ങളും പോകണം. കാരണം എബ്രായ ലേഖനം 13:8 യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ അവൻ പിറന്ന രാത്രിയിൽ ദൈവത്തെ കണ്ടത് 3 വഴിയിലൂടെയാണ്. ആ 3 വഴികളിൽ ഇന്ന് നമ്മളും ക്രിസ്തുവിനെ തേടണം, അവനെ കാണണം. ഒന്ന് കർമ്മമാർഗമാണ്. ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുന്നവൻ ദൈവത്തിലെത്തും. അതാണ് ആട്ടിടയന്മാർ. അവരൊരു പണിയുള്ളൂ, ചെന്നായി നാടിനെ രക്ഷിക്കുക, മോശകളിൽ നിന്ന് രക്ഷിക്കുക. രക്ഷിച്ചു, എത്തിച്ചേർന്നു. ഒരപ്പൻ അന്തസ്സുള്ള അപ്പനായി അപ്പൻ്റെ പണി ചെയ്യണം. ഒരച്ഛൻ അച്ഛൻ്റെ പണി ചെയ്യണം. ഒരു അധ്യാപകൻ്റെ പണി ചെയ്യണം. ഒരു ഡോക്ടർ, അഡ്വക്കേറ്റ് അവരുടെ പണി ചെയ്യണം. സത്യസന്ധമായി സ്വന്തം ജോലികൾ ചെയ്യുന്നവർ സാവധാനം ദൈവത്തിലേക്ക് അടുക്കും. ആ മാതൃക കുഞ്ഞുങ്ങൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും
കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഒരു മാർഗം ജ്ഞാനമാർഗമാണ്. നല്ല വായനയും പഠനവും. കുഞ്ഞുനാൾ മുതലേ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഇപ്പോഴും കിള്ളിയും തോണ്ടിയും മൊബൈലും കൊണ്ടിരിക്കാതെ ചില കൊച്ചു കാര്യങ്ങൾ വായിക്കാൻ നിർബന്ധിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വായിപ്പിക്കണം. അപ്പം വായിക്കുമ്പോൾ ജ്ഞാനത്തിൽ വളരും. ശരിക്കും ജ്ഞാനമുള്ളവൻ ദൈവത്തെ തള്ളിയാൽ ദൈവത്തെ സ്വീകരിക്കും. വലിയ സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ, പ്രാർത്ഥിക്കാത്ത സന്ധ്യയില്ല. പേപ്പർ ഡിവിഷനിൽ മരുന്ന് കഴിപ്പിച്ച ലൂയിസ് പാസ്റ്റർ, നടക്കുന്ന വഴിക്ക് കൊന്ത ചെല്ലുന്ന മനുഷ്യനായിരുന്നു. അപ്പം ഈ ഒരു ചിന്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ആ ഒരു രീതി അതാണ് 3 വിദ്വാൻമാർ. അവർ ക്ഷീരപദം, സൗരയൂഥം കൃത്യമായിട്ട് പഠിച്ചു, കൃത്യമായി ദൈവത്തിലെത്തിച്ചത്. അപ്പം ജ്ഞാനമാർഗത്തിൽ വളർത്തണം. കർമ്മം ചെയ്യുന്നതിൽ പൂർണ്ണതയാകാനും ജ്ഞാനത്തിൽ വളരാനും. അവസാനം ഭക്തിമാർഗം. ഭക്തിമാർഗത്തിൽ മറിയം യേശുവിനെ കണ്ടു. അമ്മ അന്ന പഠിപ്പിച്ച അല്ലാതെ ഒന്നും മറിയത്തിന് അറിയത്തില്ല. പക്ഷേ ആ പ്രാർത്ഥന വിട്ടു മറിയം യേശുവിനെ കണ്ടു. ഇപ്പോൾ കുഞ്ഞുങ്ങളെയും സന്ധ്യാപ്രാർത്ഥന, വിശ്വകുർബാന, വിശുദ്ധോപസാരം ഇതിലൊക്കെ നിർബന്ധമായിട്ട് പരിശീലിപ്പിക്കണം. അപ്പം അങ്ങനെ ആ 3 മാർഗത്തിൽ ക്രിസ്മസ് രാത്രിയിൽ കർത്താവിനെ കണ്ടതുപോലെ ഈ 3 മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കണം കർത്താവിനെ കാണാൻ. അപ്പോൾ അവിടെ വീട് പുൽക്കൂടാവും, അവിടെ കുടുംബം തിരുക്കുടുംബമാവും. ഈ ഒന്ന് ക്രിസ്മസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് ഈ അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ 10 ദിവസം അവധി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ക്രിസ്മസ് അവധിക്കാലം ഉണ്ടല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു ക്രിസ്മസിൻ്റെ സ്നേഹവും അച്ഛൻ പറഞ്ഞ സഹകരണവും നമുക്ക് പലയിടത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്രാൻഡ് പേരൻസിനെ കാണാം, കസിൻസിൻ്റെ അടുത്ത് പോകാം, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഒത്തുചേരാം. നമുക്ക് ഈ അവധിക്കാലം ഒന്ന് ഒരാഘോഷമാക്കാം. ശരിക്കും അതിനെക്കുറിച്ചും കൂടെ ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാലോ. നമ്മൾ ഒരു 10 ദിവസത്തെ അവധി ക്രിസ്മസ് കാലത്ത് കിട്ടുമ്പോൾ അത് ആഘോഷിക്കണം. കാരണം യാന്ത്രികമായി പണി ചെയ്ത് മടുക്കുന്നവരാണ് എല്ലാവരും. കുഞ്ഞുങ്ങൾ പഠിച്ച് തല പുകഞ്ഞ് പഠിച്ചു കൊടുത്തവരാ. അമ്മ അടുക്കളയും ജോലിയായിട്ട് വ്യാപൃതയാണ്. അപ്പനെപ്പോഴും ഏൺ ചെയ്യാൻ വേണ്ടി ഓടി നടന്ന് വേർക്കുന്നു. അപ്പം അങ്ങനെ കുറേ വരുമ്പോഴത്തേക്ക് ഒരു അരിശവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നിറയും. അങ്ങനെ നിറയുമ്പോൾ അവധിക്കാല സെലിബ്രേഷൻസ് നമ്മുടെ സ്വഭാവത്തെ മാറ്റും. കുഞ്ഞുങ്ങൾ ഒരവധിയൊക്കെ ആഘോഷിച്ച് കഴിയുമ്പം കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കാനുള്ള മൂഡ് കിട്ടും. ഒരു നല്ല അവധി കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് വീട്ടു ജോലിയോ ഓഫീസ് ജോലിയോ ഉണർവോടെ ചെയ്യാൻ പറ്റും. ഒരപ്പൻ കുറേ കൂടി കമ്മിറ്റഡ് ആവും അവൻ്റെ ജോലികളിൽ. അതുകൊണ്ടാണ് ഈ യൂറോപ്പിൽ ചെന്നാൽ ശനി ഞായറങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഇടപാട് ഇങ്ങനെ. കാരണം 5 ദിവസം ചത്തു പണിയുന്നവന് ഊർജം കിട്ടുന്നത് ഈ 6-7 ദിവസങ്ങളിലെ അവധിയുടെ ഉണർവിലാണ്. അപ്പോൾ അത് ആഘോഷിക്കണം. പണ്ട് കുഞ്ഞുനാളിൽ അമ്മ വീട്ടിൽ പോവും. ഒരു എങ്ങനെയോ പണ്ടതുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് രാവിലെ എഴുന്നേക്കം മുതൽ വൈകിട്ട് വരെ പണിയോട് പണി. അവധിക്കാലം കിട്ടിയാലോ പിള്ളേർക്ക് പ്രത്യേക എന്തോ കോച്ചിങ്. അതെ, നമുക്ക് ടീച്ചേഴ്സിനാണെങ്കിൽ അവരുടെ പ്രത്യേക പരിപാടി. അങ്ങനെ പോയി നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുമല്ല. അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ, ട്രൈ ആവും. ചുമ്മാ ഇരിക്കാനും സമയം വേണം അല്ലേ? ചുമ്മാ എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടതാ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുമ്മാ ഇരിക്കണം. റിലാക്സ്. ഇപ്പൊ ഞാൻ മാത്രം വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാത്തവർക്ക് വേണ്ട റിലാക്സ് ചെയ്യാൻ സമയം വേണമെന്ന് പറയാം അല്ലേ? വെറുതെ ഇരുന്ന് നമുക്കത് വേണം, ആവശ്യം. കാരണം മനുഷ്യനാണ്. ഇപ്പം നമ്മളൊരു മരം വെട്ടുകാരൻ മഴ കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മഴ മൂർച്ച വെപ്പിക്കാനും ഒരു സമയമില്ലെങ്കിൽ ചുമ്മാ മഴ ചതഞ്ഞ് പതിയുള്ളൂ, മൂർച്ചയില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂർച്ച കിട്ടണോ, മഴ രാഗി എടുക്കുന്ന പോലെ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ആ ഒരുക്കമാണ് നമ്മുടെ കുടുംബങ്ങളെ കുടുംബമാക്കുക, നമ്മളാക്കി മാറ്റുക. എന്തായാലും 2024 അവസാന മാസമാണല്ലോ. അപ്പോൾ ഈ മാസം അവസാനിക്കുന്നു. അപ്പം നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കാനും പോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിലൂടെ നമുക്ക് എന്താണ് അടുത്ത വർഷത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് എനിക്ക് തോന്നി ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓരോ ക്രിസ്മസും ഒരു ഓർമ്മപ്പെടുത്തലാണ് കാലത്തിൻ്റെ വേഗത. ഓരോ പുതുവർഷവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ആയുസ്സിൻ്റെ ഹ്രസ്വത, എത്ര പെട്ടെന്നാണ് തീരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കൈ ഞൊടിക്കുമ്പം 2025 ക്രിസ്മസ് വരും. കൈ വെറുതെ ഞൊടിക്കുമ്പം 2026 വരും.
അങ്ങനെയാണ് ആയുസ് പോവുക. അപ്പം ഇത്രയും ചെറിയ ആയുസാണെങ്കിൽ നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിക്കപ്പെട്ട കാര്യം ഭംഗിയായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അർത്ഥപൂർണ്ണമായ ക്രിസ്മസ് ഉണ്ടാകും. 2024 ഭംഗിയായിട്ട് നടത്തിയവർക്ക് 2025 പറയാൻ പറ്റും ഒരു നല്ല ഇന്നലെ ഉണ്ടായിരുന്നു. ഈ 2024 നന്നായിട്ട് നടത്തിയവർക്ക് പറയാൻ പറ്റും ഒരു നല്ല നാളെയുണ്ട്. അപ്പം നല്ല നാളുകൾക്കായി നല്ല ഇന്നിൽ ജീവിച്ച് നല്ല ഇന്നലകൾ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കുമ്പം ജീവിതം അർത്ഥപൂർണ്ണമാകും, ഓട്ടത്തിന് അർത്ഥമുണ്ട്, തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദിക്കാനും പറ്റും. അവിടെയാണ് ഒരു ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ഒക്കെ നമ്മൾ ആശംസിക്കുന്നതും അനുഭവിക്കുന്നതും. അപ്പോൾ അച്ഛാ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ പറയാൻ വരുന്നതേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ക്രിസ്മസ് ആകുന്നതിന് മുമ്പ് തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.